ഇറ്റാച്ചി ഉച്ചിഹയേക്കാൾ ഡേഞ്ചറസ് ആയ ഒരു ഷിനോബിയാണ് ഷീസുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ആനിമെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ്. പ്രധാനമായിട്ടും ഷീസുയുടെ സിഗ്നേച്ചർ ടെക്നിക് ആയിട്ടുള്ള കോട്ടോ ഒമുത്സുകാമി തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. താൻ മറ്റൊരാളുടെ കൺട്രോൾ ആണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ഈ കണ്ണുകൾക്ക് സാധിക്കും. ഇതിനെ കൗണ്ടർ ചെയ്യുക എന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിനപ്പുറമാണ് ഷീസുയി ഓഫ് ദ ബോഡി ഫ്ലിക്കർ എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ആ അസാമാന്യമായിട്ടുള്ള സ്പീഡ്. വെറും വേഗത എന്നതിലുപരി ബോഡി ഫ്ലിക്കർ ടെക്നിക്കിനെ ഉപയോഗിച്ച് ആഫ്റ്റർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അവയിലൂടെ അറ്റാക്ക് ചെയ്യാനുമുള്ള അദ്ദേഹത്തിന്റെ സ്കിൽ ശരിക്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കോമ്പാക്റ്റിൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ റിയാക്ഷൻ നൽകാനും എനിമീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് റെസ്പോണ്ട് ചെയ്യാനും ഈ മൾട്ടിപ്പിൾ ഇമേജുകൾ അദ്ദേഹത്തെ സഹായിക്കും. ഒരു ഷിനോബി എന്ന നിലയിൽ ഷീസുയുടെ എക്സ്പീരിയൻസ് വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഇറ്റാച്ചി പോലും തന്റെ ഗ്രോത്തിൽ ഷീസുയി നൽകിയ ഇൻഫ്ലുവൻസ് എത്രത്തോളം വലുതാണെന്ന് പലയിടത്തും എടുത്തു പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷീസുയി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇറ്റാച്ചിയുടെ ജീനിയസിനെ പോലും കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഷീസുയിക്ക് സാധിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിലൂടെ പറയൂ. അടുത്ത വീഡിയോ കാണാം.